ലീഡ് നില വർദ്ധിക്കുന്നു. പാതിയാകുമ്പോൾ തന്നെ 2,35,000 വോട്ടുകൾക്ക് നിലവിൽ പ്രിയങ്ക ഗാന്ധി മുന്നിലാണ്. ഒരുപക്ഷെ 5 ലക്ഷം എന്നുള്ളതും അസാധ്യമല്ല എന്നതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. അങ്ങനെയാണ് അതാണ് അവിടെയാണ് വിജയം. ശരിക്കും പോളിംഗ് ഉയരുമ്പോൾ രാഹുൽ നേടുന്നതിനേക്കാൾ പോളിംഗ് കുറഞ്ഞപ്പോൾ പ്രിയങ്ക നേടുന്ന ഭൂരിപക്ഷം ഇറ്റ് മാറ്റേഴ്സ്. നാഷണലിലേക്ക് പോവുകയാണെങ്കിൽ ജാർഖണ്ഡ് ഇന്ത്യ മുന്നണി എടുത്തു 48, NDA 28, മഹാരാഷ്ട്ര BJP 128, ശിവസേന ഷിൻഡെ 55, NCP അജിത്ത് 35. ചെറിയൊരു ചലനം ചേലക്കരയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 9,600 നിന്ന് 9,281 ഒരുപക്ഷെ ചേലക്കരയായിരിക്കും അല്ലേ? ചേലക്കര അടക്കം 9,281 വോട്ടുകൾ. 6 റൗണ്ടുകൾ 10,000 മേലേക്ക് കടന്നു കഴിഞ്ഞു. നോക്കൂ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടൽ വിജയിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രത്തോളം ആക്രമിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ? വ്യക്തിപരമായി ആക്രമിക്കപ്പെടുകയായിരുന്നു. വരുത്തൻ എന്ന പ്രയോഗം വരുന്നു. പത്തനംതിട്ടയിൽ നിന്നും കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയാണ് നിശ്ചയിച്ചതെന്ന് പറഞ്ഞ K. മുരളീധരന്റെ പേര് പറഞ്ഞ് ആദ്യം കത്ത് വരുന്നു. ട്രോളി വിവാദം വരുന്നു. പിന്നെ വ്യാജ സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. ഈ തരത്തിൽ പരിധിവരെയല്ല, പൂർണ്ണമായും ആയിക്കോട്ടെ, കത്തൊക്കെ വന്നാലും നോക്കൂ, അപ്പുറത്ത് മറ്റു പേരൊക്കെ വന്നിട്ടുണ്ട്. ജില്ലാ ഘടകം ഒരു പേര് നോക്കൂ. ഈ ജയിച്ചു കഴിയുമ്പോൾ കത്തുണ്ട്. ആ കത്തിൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങൾ ആ വാദം പറയുന്നത് എന്തൊരു ദുർബലമായ വാദമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കേട്ടാൽ ഉടനെ പാലക്കാട്ടുകാർ മുഴുവൻ വിജയം അങ്ങ് കൈവച്ചു. ഒറ്റ കാര്യമുള്ളൂ, വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടിട്ടും അവിടെ വിജയിക്കുന്ന നിങ്ങൾ മുന്നോട്ട് വെച്ച വാദങ്ങൾ അവിടെ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട അല്ലല്ലോ നിങ്ങൾ എന്ന് പറയുമ്പോൾ ആ വാദങ്ങളൊക്കെ ഉന്നയിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും അവിടെ ഏശിയിട്ടില്ല. ജനങ്ങൾ അതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചേലക്കരയിൽ ഞാനൊന്നും പറഞ്ഞില്ല. ഒന്ന് കത്ത് വിവാദം പുറത്തുവിട്ടത് CPM ആണോ? കത്ത് CPM ആണോ കത്ത് പുറത്തുവിട്ടത്? കത്ത് പുറത്തുവിട്ടത് DCC-യിൽ നിന്നാണ്. കത്ത് പുറത്തുവിട്ടത് ACC-യിൽ നിന്നാണ്, കോൺഗ്രസ് ക്യാമ്പിൽ നിന്നാണ്. പറഞ്ഞത് K. മുരളീധരനാണ്. അല്ല, സ്മൃതിക്കുള്ള മറുപടിയാണ്. അപ്പോൾ കത്ത് പുറത്തുവിട്ടത് കോൺഗ്രസ് ആണെങ്കിൽ രാഹുലിനെ ആക്രമിച്ചതാരാ? അത് കോൺഗ്രസിനുള്ളിൽ നിന്നല്ലേ? കോൺഗ്രസിനുള്ളിൽ ഒരു ആക്രമണവും എന്തായാലും പാലക്കാട് കത്ത് പുറത്തു വന്നാൽ ഒരു മിനിറ്റപ്പാ. ആ കത്തിൽ വേറൊരു പേര് K. മുരളീധരന്റെ പേര് പറയുന്ന കേക്കോ? അത് പുറത്തു വന്നാലും ഇല്ലെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ചും അപ്പുറത്ത് മറ്റൊരു പേര് പറഞ്ഞിരുന്നില്ല. ആ പേരും പുറത്തു വന്നിരുന്നല്ലോ. എന്തിനാണ് 15-ാം തീയതി മോറിലെ പുളിയും പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വിയോജിപ്പുള്ളൂ. അതായത് പെട്ടി പറയുന്നേ, പെട്ടി പറയൂ. അത് കത്ത് പറയാലോ. കത്ത് പുറത്തുവിട്ടതാരാ? അത് കോൺഗ്രസ് ആണ്. അപ്പോൾ രാഹുലിനെ ആക്രമിച്ചതാരാ? കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗമാണ്. ഇനി നമ്പർ 2, സരിനെ പുറത്തു കൊണ്ടുവന്നത് CPM ആണോ? സരിൻ എങ്ങനെയാ പുറത്തു വന്നത്? സരിൻ സ്വന്തം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നയാളാ. നിങ്ങൾ കേൾക്കൂ സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിച്ചതാരാ ആദ്യം? സരിനാരാ? CPM-ന്റെ നേതാവാണോ? സരിൻ കോൺഗ്രസ് നേതാവാ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുന്ന കരുതിയാണ്. ഇപ്പോഴുള്ള ഈ കണക്ക് എന്ന് പറയുന്നത് മറുപടിയാണ്. അല്ല, പെട്ടി കൂടി പറയും. സോറി ക്ഷമിക്കണം, പെട്ടി എന്നാണ് ഉദ്ദേശിച്ചത്. ആ പെട്ടി വിവാദം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ NN കൃഷ്ണദാസിനെ ഓർമ്മിക്കേണ്ടത് അല്ലേ? അപ്പം പെട്ടിയുടെ വിവാദത്തിൽ ആരാ വിവാദം ഉണ്ടാക്കിയത്? ആരാ ടെലിഫോൺ കോൾ കൊടുത്തത്? ആരാണ് അറിയിച്ചത്? അതിനുശേഷം എന്താ സംഭവിച്ചത്? അത് മൂന്നാമത്തെ കാര്യമല്ലേ? ആരാണ് ഷാനിമിനെ പുറത്തുകൊണ്ട് വന്നത്? CPM. ആരാ ഷിഹാബുദ്ദീനെ കൊണ്ടുവന്നത്? ആരാ ബാസിയെ കൊണ്ടുവന്നത്? 9 പേര് അങ്ങോട്ട് പുറത്തേക്ക് പോയി. എങ്ങനെ പോയേ? ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുട്ടി സതീശൻ എന്ന് വിളിച്ചത്? ആരാ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പറഞ്ഞതുപോലെ ത്രയത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞത്? ആരാ? നിങ്ങളുടെ കോൺഗ്രസിൽ